بسم الله الرحمن الرحيم. الحمد لله الذي جعل لنا الإسلام نورا وجعل لنا القرآن هدى ورحمة وجعل لنا في رسول الله صلى الله عليه وسلم أسوة حسنة وله الحمد في الأولى والآخرة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സൂറത്തു മറിയമിലെ 1 മുതൽ 48 വരെയുള്ള ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇൻഷാ അല്ലാ ഇന്ന് 49 മുതൽ 58 ആയത്തുകൾ വരെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവ് ഒരു ബിംബാരാധകനായിരുന്നു. അദ്ദേഹം വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ലിമ തഅ്ബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ, കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യാത്ത, വലാ യുഗ്നി, ഒരു ഉപകാരവും ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്നു. യ അബത്ത് എന്ന പ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ പൊന്നു പിതാവേ എന്ന് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംസാരിക്കുന്നത്. അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് തിരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവ് പറയുന്നുണ്ട്, ല അർജുമന്നക, ഞാൻ നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും, വഹ്ജുർനി, അതുകൊണ്ട് നീ എന്നിൽ നിന്നും അകന്നു പോവുക, വിട്ടകന്നു പോവുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് സലാമുൻ അലൈക്ക്, നിങ്ങൾക്ക് മേൽ സമാധാനം എന്ന് മാത്രമാണ് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനെ അഭിസംബോധന ചെയ്തത് എന്ന് ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 49 ആയത്ത് മുതൽ 58 വരെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം അതിൻ്റെ പാരായണത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. وناديناه من جانب الطور الأيمن وقربناه نجيا. ووهبنا له من رحمتنا أخاه هارون نبيا. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا. وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. واذكر في الكتاب إدريس إنه كان صديقا نبيا. ورفعناه مكانا عليا. أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا. إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. ഇനി ആയത്തുകളുടെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് തൻ്റെ പിതാവ് വിട്ടൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, വഅ്തസിലുക്കും, ഞാൻ നിങ്ങളെ വിട്ടകലുകയാണ് എന്ന് പറയുന്നു. അതിനുശേഷം വരുന്ന ആയത്താണ് ഫലമ്മ ഇഅ്തസലഹും,
അങ്ങനെ അദ്ദേഹം അവരെ വിട്ടൊഴിഞ്ഞപ്പോൾ വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അവർ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നതിനെയും, വമാ യഅ്ബുദൂന അവർ ആരാധിക്കുന്നതിനെ, മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെ, വഹബ്നാ ലഹു അപ്പോൾ ദാനം കൊടുക്കുകയും ചെയ്തു, വഹബ്നാ ലഹു നാം ദാനം കൊടുക്കുകയും ചെയ്തു, ഇസ്ഹാഖ വയാക്കൂബ ഇസ്ഹാഖിനെയും യാക്കൂബിനെയും, വക്കുല്ലൻ എല്ലാവരെയും, ജഅൽന നാം ആക്കുകയും ചെയ്തു, നബിയ പ്രവാചകൻ, നബി ആക്കുകയും ചെയ്തു. ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി വഹബ്നാ ലഹു ഇസ്ഹാഖ വയാക്കൂബ വക്കുല്ലൻ ജഅൽന നബിയ. അങ്ങനെ അവരെയും അവർ അള്ളാഹുവിന് പുറമെ ആരാധിച്ചു വരുന്നവരെയും അദ്ദേഹം വിട്ടൊഴിഞ്ഞു പോകെ അദ്ദേഹത്തിന് ഇസ്ഹാഖിനെയും യാക്കൂബിനെയും നാം പ്രദാനം ചെയ്തു. എല്ലാവരെയും നാം നബിമാരാക്കുകയും പ്രവാചകന്മാരാക്കുകയും ചെയ്തു. അടുത്ത ആയത്തിൽ പറയുന്നു, വവഹബ്നാ ലഹും മിർ റഹ്മത്തിനാ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ്യ. വവഹബ്ന നാം പ്രദാനം ചെയ്യുകയും ചെയ്തു, ലഹും അവർക്ക്, മിർ റഹ്മത്തിന നമ്മുടെ കാരുണ്യത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന്, വജഅൽന നാം ഉണ്ടാക്കുകയും ചെയ്തു, ഏർപ്പെടുത്തുകയും ചെയ്തു, ലഹും അവർക്ക്, ലിസാന സിദ്ഖിൻ സത്യത്തിൻ്റെ കീർത്തി, അലിയ ഉന്നതമായ നിലയിൽ. വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ. വദ്കുർ നീ സ്മരിക്കുകയും ചെയ്യുക, നീ വിവരിക്കുകയും ചെയ്യുക, ഫിൽ കിതാബി വേദഗ്രന്ഥത്തിൽ, മൂസ അലൈഹിസ്സലാമയെ, മൂസയെ, ഇന്നഹു തീർച്ചയായും അദ്ദേഹം, കാന മുഖ്ലസൻ നിഷ്കളങ്കനായിരുന്നു, വകാന റസൂലൻ നബിയ അദ്ദേഹം ഒരു റസൂല് ദൂതന് പ്രവാചകനും ആയിരുന്നു. റസൂലുമായിരുന്നു, ദൂതനുമായിരുന്നു, നബി പ്രവാചകനുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഇസ്ഹാഖ് അലൈഹിസ്സലാം അതുപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാം ഇവരെയാണ് പറയുന്നത്. ഇതിനുശേഷം വീണ്ടും പറയാണ്, വദ്കുർ ഫിൽ കിതാബി മൂസ അലൈഹിസ്സലാമെ വിവരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ ഐമനി വഖറബ്നാഹു നജിയ. വനാദൈനാഹു നാം അദ്ദേഹത്തെ വിളിച്ചു, മിൻ ജാനിബി തൂരി സീനാ പർവ്വതത്തിൻ്റെ ഭാഗത്ത് നിന്നും, തൂർ പർവ്വതത്തിൽ നിന്നും, അൽ ഐമന വലത് ഭാഗത്തെ, വഖറബ്നാഹു അദ്ദേഹത്തിന് നാം സാമീപ്യം നൽകി, നജിയ സ്വകാര്യ ഭാഷിതനായി, സ്വകാര്യം വിളിച്ചു പറയുന്നവനായി, വവഹബ്നാ ലഹു അദ്ദേഹത്തിന് നാം പ്രദാനം ചെയ്യുകയും ചെയ്തു, മിർ റഹ്മത്തിന നമ്മുടെ അനുഗ്രഹത്താൽ, അല്ലാഹു പറയാണ് നമ്മുടെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ കാരുണ്യത്താൽ, അഖാഹു അദ്ദേഹത്തിൻ്റെ സഹോദരനെ, ഹാറൂനിനെ നബിയ പ്രവാചകനായിട്ട്, നബിയായിട്ട്. വദ്കുർ ഫിൽ കിതാബി ഇസ്മായില ശേഷം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ് പറയുന്നത്. വദ്കുർ ഫിൽ കിതാബി ഈ വേദഗ്രന്ഥത്തിൽ നീ വിവരിക്കുകയും ചെയ്യുക, ഇസ്മായിൽ അലൈഹിസ്സലാമയെ, ഇന്നഹു തീർച്ചയായും അദ്ദേഹം, കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ അദ്ദേഹം ആരായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നഹു കാന അദ്ദേഹം നിശ്ചയമായും ആയിരുന്നു, സ്വാദിഖൽ വഅദി വാഗ്ദാനത്തിൽ സത്യം പാലിക്കുന്നവൻ, സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സത്യം പാലിക്കുന്നവൻ, അൽ വഅദ് വാഗ്ദാനത്തിൽ, വകാന ആവുകയും ചെയ്തിരുന്നു, റസൂല് നബിയ നബിയും ആവുകയും ചെയ്തിരുന്നു, വകാന യഅ്മുറു അഹ്ലഹു വകാന അദ്ദേഹമായിരുന്നു, യഅ്മുറു കൽപ്പിക്കുക, അഹ്ലഹു തൻ്റെ സ്വന്തക്കാരോട്, തൻ്റെ ആൾക്കാരോട്, തൻ്റെ കുടുംബക്കാരോട്, ബിസ്വലാത്തി എന്തായിരുന്നു കൽപ്പിച്ചിരുന്നത്, സ്വലാത്ത് നമസ്കാരം, വസക്കാത്ത് സക്കാത്തും അതുപോലെ തന്നെ, വകാന ഇൻദ റബ്ബിഹി മർദിയ വകാന അദ്ദേഹമായിരുന്നു, ഇൻദ റബ്ബിഹി തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ, മർദിയ സുസമ്മതൻ അല്ലെങ്കിൽ തൃപ്തനായിരുന്നു എന്നാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ കുറിച്ച് പറയുന്നത്. അടുത്ത ആയത്തിൽ ഇദ്രീസ് അലൈഹിസ്സലാമയെ പറയുന്നു, വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ. എല്ലാ നബിമാരെയും ഇങ്ങനെ മെൻഷൻ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. വദ്കുർ നീ ഓർക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ നീ സ്മരിക്കുകയും ചെയ്യുക, നീ വിവരിക്കുകയും ചെയ്യുക, ഫിൽ കിതാബി വേദഗ്രന്ഥത്തിൽ, ഇദ്രീസിനെ, കാന സുദ്ദീഖൻ നബിയ കാന അദ്ദേഹമായിരുന്നു, സുദ്ദീഖൻ സത്യസന്ധൻ, നബിയ അതുപോലെ തന്നെ പ്രവാചകനും, വറഫഅനാഹു അദ്ദേഹത്തെ നാം ഉയർത്തുകയും ചെയ്തു, മക്കാനൻ ഒരു സ്ഥാനം, അലിയ
ഉന്നതമായിട്ടുള്ള ഉയർന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇദ്രീസ് നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ് പറയുന്നത്. ശേഷം പറയുന്നു, ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുരിയത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുരിയത്തി ഇബ്രാഹീമ വഇസ്രാഈല വമിമ്മൻ ഹദൈനാ വജ്തബൈനാ ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറു സുജദൻ വബുക്കിയ. ഉലായിക്ക അക്കൂട്ടർ, അല്ലദീന യാതൊരു കൂട്ടരാണ്, അൻഅമല്ലാഹു അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൈഹിം അവരിൽ അല്ലെങ്കിൽ അവർക്ക് മേൽ, മിനൻ നബിയീന നബിമാരുമായുള്ള, മിൻ ദുരിയത്തി ആദം ആദമിൻ്റെ സന്തതികളിൽ നിന്ന്, വമിമ്മൻ യാതൊരു കൂട്ടരിൽ നിന്നും, ഹമൽന നാം വഹിച്ചു കൊണ്ടുപോയ, മഅ നൂഹിൻ നൂഹിൻ്റെ കൂടെ, വമിൻ ദുരിയത്തി ഇബ്രാഹീമിൻ്റെ സന്തതികളിൽ നിന്നും, വ ഇസ്രായേലിൻ്റെ അതായത് യാക്കൂബിൻ്റെയും, വമിമ്മൻ ഹദൈന മാർഗദർശനം ചെയ്തവരിൽ നിന്നും, വജ്തബൈന നാം തിരഞ്ഞെടുക്കുകയും ചെയ്തു, ഇദാ തുത്ല ഓതി കൊടുക്കപ്പെട്ടാൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അലൈഹിം അവർക്കുമേൽ അവരിലെ ആയാത്തുർ റഹ്മാൻ പരമകാരുണ്യകൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ വേദവാക്യങ്ങൾ, ഖറു അവർ നിലം പതിക്കും, വീണുപോകും, സുജ്ജതൻ സാഷ്ടാംഗം ചെയ്യുന്നവരായിട്ടും അതുപോലെ തന്നെ വബുക്കിയ കരയുന്നവരായും. അക്കൂട്ടർ ആദമിൻ്റെ സന്തതികളിൽ നിന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള പ്രവാചകന്മാരാകുന്നു. നൂഹിൻ്റെ കൂടെ നാം കപ്പലിൽ വഹിച്ചു കൊണ്ടുപോയവരിലും ഇബ്രാഹീമിൻ്റെയും ഇസ്രായേലിൻ്റെയും അതായത് യാക്കൂബിൻ്റെയും സന്തതികളിൽ പെട്ടവരും നാം സന്മാർഗം നൽകുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തവരിൽ പെട്ടവരുമാകുന്നു. പരമകാരുണ്യകൻ്റെ ലക്ഷ്യങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുന്നതായാൽ സുജൂദ് ചെയ്യുന്നവരായും കരയുന്നവരായും കൊണ്ട് അവർ നിലം പതിച്ചു പോകുന്നതാണ് എന്നതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം പറയുന്നത് ഇബ്രാഹിം നബി അലിഹിസ്സലാം ഇറാഖിൽ നിന്നും ഷാമിലേക്ക് പോകുന്നുണ്ട്. കനാമിലാണ് അദ്ദേഹം താമസമാക്കുന്നത്. അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടേക്ക് കൊണ്ടുവരുന്ന ഇസ്ഹാഖ് അതുപോലെ തന്നെ യാക്കൂബ്, ഈ 2 നബിമാരെയാണ്. അതുപോലെ തന്നെ അവർക്ക് ഉന്നതമായിട്ടുള്ളൊരു സൽകീർത്തി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പുത്രനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഈ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ഈ പ്രവാചകന്മാരിൽ അധിക ഭാഗവും യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിൽ പെട്ടവരാണ്. 12 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ വംശത്തിൻ്റെ പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ സഹോദരനാണ് നമുക്കറിയാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലേ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ സന്തതികളിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ 2 വമ്പിച്ച വംശപരമ്പരകളായിട്ടുള്ള ഇസ്രായേൽ വംശങ്ങളും ഇസ്മായിൽ വംശങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സന്തതികളാണ് എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വിശദീകരിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമയെക്കുറിച്ചാണ്. അടുത്ത സൂറത്തിൽ മൂസാ നബി അലൈഹിസ്സലാമയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോവുക മാത്രമാണ് ചെയ്യുന്നത്. വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ. അതായത് മൂസാ നബി അലൈഹിസ്സലാം ഒരു മുഖ്ലസായിരുന്നു, നിഷ്കളങ്കനായിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം റസൂലും നബിയുമായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ സീനാ പർവ്വതത്തിൻ്റെ വലതുഭാഗത്ത് അദ്ദേഹത്തെ അള്ളാഹു വിളിക്കുകയും ഒരു രഹസ്യ ഭാഷ്യതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നാം സാമീപ്യം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് രഹസ്യമായിട്ട് സംസാരിച്ചു എന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ തൻ്റെ സഹോദരനായിട്ടുള്ള ഹാറൂനെ നബിയാക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തോട് മൂസാ നബി അലൈഹിസ്സലാമയെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇനി അടുത്തത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ. സ്വാദിഖുൽ വഅദായിരുന്നു, അതായത് വാഗ്ദാനത്തിൽ സത്യം പാലിക്കുന്നവനായിരുന്നു. വകാന റസൂലൻ നബിയ, അദ്ദേഹം ഒരു റസൂലും നബിയുമായിരുന്നു എന്നതാണ്, ദൂതനും പ്രവാചകനുമായിരുന്നു എന്ന് വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ സ്വന്തക്കാരോട് നമസ്കാരവും സകാത്തും കൽപ്പിക്കുമായിരുന്നു എന്നും പറയുന്നുണ്ട്.
അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹം വളരെ തൃപ്തനായിരുന്നു എന്നും നമുക്ക് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനെ അറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബി തൻ്റെ മകനെ അറുക്കുന്നതായിട്ട് കണ്ടതായിരുന്നു. അപ്പോൾ ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൽപ്പന അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകനെ സമീപിക്കാൻ. ആ സമയത്ത് നമുക്കറിയാം സൂറത്ത് സ്വാഫാത്തിലെ 102 ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇഫ്അൽ മാ തുഅ്മർ, നിങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ ചെയ്തോളൂ എന്നാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറയുന്നത്. സതജിദുനി, നിങ്ങൾക്ക് എന്നെ കണ്ടെത്തുകയും ചെയ്യാം, ഇൻഷാ അല്ലാഹു മിനസ്വാബിരീൻ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്നെ കണ്ടെത്തുകയും ചെയ്യാം എന്നാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുന്നത്. ഇതിൽ നിന്നും അദ്ദേഹം വാഗ്ദാനത്തിൽ സത്യം പാലിച്ചവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം സംസാരത്തിൽ കളവ് പറയാറുണ്ടായിരുന്നില്ല, വിശ്വസിച്ചാൽ ചതിക്കാറുണ്ടായിരുന്നില്ല, വാഗ്ദാനം ലംഘിക്കാറും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിൽ വാഗ്ദാന പാലനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ജനങ്ങളോടും പൊതുവിലും സ്വന്തക്കാരായിട്ടുള്ള ആളുകളോട് പ്രത്യേകിച്ചും സൽക്കർമ്മങ്ങളെക്കുറിച്ച് ഉപദേശിക്കലും ദുഷ്കർമ്മങ്ങളെക്കുറിച്ച് വിരോധിക്കലും ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. സൂറത്തു തഹരീമിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖു അൻഫുസക്കും അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെയും സ്വന്തക്കാരെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തക്കാരെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്ന് പറയുന്ന ഖുർആനിക വചനം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതുപോലെ തന്നെ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഗൗരവമേറിയിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ നമസ്കരിക്കുന്നതോടൊപ്പം നമ്മൾ സക്കാത്ത് കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ സ്വന്തക്കാരെയും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപദേശിക്കുക എന്നതാണ്. നമ്മളെ സ്വന്തക്കാരെയും നമ്മളെ കുടുംബാംഗങ്ങളെയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയും നമ്മൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി, നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. സൽക്കർമ്മങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 2 കാര്യങ്ങളാണ് നമസ്കാരവും അതുപോലെ തന്നെ സക്കാത്തും എന്ന് പറയുന്നത്. നമസ്കാരം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനും അടിമക്കും ഇടയ്ക്കുള്ള ബാധ്യതയാണ് നമസ്കാരം എന്നത്. എന്നാൽ സക്കാത്ത് എന്ന് പറയുന്നത് അടിമയും ജനങ്ങളും തമ്മിലുള്ള ബാധ്യതകളാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്വന്തം നിലക്കും മറ്റുള്ളവരെ സംബന്ധിക്കുന്ന ബാധ്യത എന്നുള്ള നിലക്കും എല്ലാ പ്രധാന കടമകളും ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിറവേറ്റിയിരുന്നു എന്നതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ആയത്തിലെ ഇദ്രീസ് നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അദ്ദേഹവും സ്വിദ്ദീഖാണ്, സത്യസന്ധനാണ്, നബിയാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉന്നതമായിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നും ഇവിടെ പറയുന്നു. നമുക്കറിയാം ഇദ്രീസ് നബി അലൈഹിസ്സലാം ആദ്യമായി പേന കൊണ്ട് എഴുതിയ പ്രവാചകൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ വസ്ത്രം തുന്നാൻ തുടങ്ങിയിട്ടുള്ളത് ഈ പ്രവാചകൻ തന്നെയാണ്. മറ്റൊന്ന് നമുക്ക് കാണാവുന്നത് ഗണിതവും കണക്കും ആദ്യമായിട്ട് പഠിച്ചത് ഇദ്രീസ് നബി അലൈഹിസ്സലാമയാണെന്ന് പല ചരിത്രകാരന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇദ്രീസ് നബി അലൈഹിസ്സലാമയെക്കുറിച്ചും ഇതിൽ പ്രസ്താവിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇവരൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബീൻ, നബിമാരിൽ നിന്ന് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ സുജൂദ് ചെയ്യാനുള്ളൊരു ഐക്കൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഓതുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സുജൂദ് ചെയ്യേണ്ടുന്ന ആയത്തുകളുള്ള ചില ആയത്തുകളുണ്ട്. അതായത് തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന ആയത്തുകൾ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സുജൂദ് ചെയ്യണം. അപ്പോൾ ഇത് അള്ളാഹുവിനുള്ള സുജൂദാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഇത്തിബാ ചെയ്യുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നബിമാരുടെ മാതൃക എന്നുള്ള നിലക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം,
കുറേ നബിമാരെ പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ഇവിടെ സുജൂദ് ചെയ്യുന്നതിനെക്കുറിച്ചും പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഒരു മാതൃക എന്നുള്ള നിലക്ക് നമ്മളും അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടത് അനുയോജ്യമാണ് എന്നതാണ് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ സൂറത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ നബിമാരും ആദം നബിയുടെ സന്തതികൾ തന്നെയാണ്. നൂഹ് നബിയുടെ കാലത്തുണ്ടായിട്ടുള്ള, നമുക്കറിയാം, ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ് ജലപ്രളയമുണ്ടായി എന്നത്. ആ സമയത്ത് അദ്ദേഹത്തോടൊന്നിച്ച് കപ്പലിൽ കയറി രക്ഷപ്പെട്ടിട്ടുള്ളവരുടെ സന്തതികളിലും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട്. ഇബ്രാഹിം നബി അലിഹിസ്സലാമയുടെ സന്തതികളിൽ ഉൾപ്പെടുന്ന പ്രവാചകന്മാരാണ് ഇസ്ഹാഖ്, യാക്കൂബ്, ഇസ്മായിൽ, മൂസ, ഹാറൂൻ, സക്കരിയ, യഹ്യ, ഈസ അലൈഹിസ്സലാം. ഇവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സന്തതിയിൽ ഉൾപ്പെടുന്ന നബിമാർ. ഇസ്രായേൽ എന്ന യാക്കൂബ് അലൈഹിസ്സലാമയുടെ സന്തതികളിൽ പെടുന്നവരാണ് മൂസ, ഹാറൂൻ, സക്കരിയ, യഹ്യ, ഈസ അലൈഹിസ്സലാം എന്നിവർ. നാം സന്മാർഗം നൽകുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളവർ എന്ന് വിശേഷിപ്പിച്ചവരിൽ എല്ലാവരും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. അപ്പം ഇപ്പറഞ്ഞിട്ടുള്ള മഹാന്മാരെല്ലാവരും തന്നെ അള്ളാഹുവോട് അങ്ങേയറ്റത്തെ ഭയഭക്തിയുള്ള ആളുകളായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനകളും സന്ദേശങ്ങളും ദൃഷ്ടാന്തങ്ങളുമാകുന്ന ലക്ഷ്യങ്ങളിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസമുള്ളവരും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ വിനയാധിക്യവും ഭയഭക്തിയും നിമിത്തം അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേക്ക് അവർ കരഞ്ഞുകൊണ്ട് സുജൂദായി വീണു പോകാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ തിരുവചനങ്ങൾ കേൾക്കുന്ന സമയത്ത് കരയുകയും അതിനോടുള്ള ബഹുമാനവും അവനോടുള്ള ഭയഭക്തിയും കാണിക്കുകയും ചെയ്തിരുന്നു. ആ കരച്ചിലിലൂടെ അവനോടുള്ള ആദരവും ഭയഭക്തിയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇതുകൊണ്ടായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആശയ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കാതെ വെറും ഒരു പാരായണം മാത്രമാക്കി ഒതുക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നതിലൂടെ നരകങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വമ്പിച്ച ശിക്ഷകളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഓർത്ത് കരയുവാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാരുടെയും ക്വാളിറ്റികളുമൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് ആ ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളും ചിന്തിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മളും ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.